ഫുൾ കമ്പനി ഹിസ്റ്ററിയില്ല 2,70,000 കിലോമീറ്റർ ഓടിയ ഫോർച്യൂണർ 4x4 ആണ് നമ്മൾ സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വാഹനമാണ്. ഇതിനാകെ മെയിൻ ക്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളത്, അല്ലാതെ ഒരു റീപ്ലേസ് ഇല്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് എന്ന് തന്നെ പറയട്ടോ. കമ്പനി ഫുള്ള് ഒറിജിനൽ ഗ്ലാസ് തന്നെ ഇത് വരും. ഡോറൊക്കെ ഫുൾ ഒറിജിനൽ ഡോറാണ്. അതുപോലെ ഒരു 80% യോക്കോഹാമൻ്റെ 4 ടയറും അത്യാവശ്യം വൃത്തിയുള്ള ടയർ തന്നെ. ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം തന്നെ കേട്ടോ. ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ സൈഡിലും തന്നെ വരുന്നില്ല കേട്ടോ. പിന്നെ ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഈ വാഹനം ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടി നോക്കണം. ഇത് പറയുകയാണെങ്കിൽ സീറ്റ് കവർ നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ടച്ച് സ്ക്രീൻ ഇതുമുണ്ട്. നിലവിൽ ഇപ്പോൾ വർക്കിംഗ് ആണ്. 4x4 ആണ് വരുന്നത്. നമ്മളെ പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിങ്ങുമ്മ ബട്ടൺ കൺട്രോളുകൾ വരുന്നുണ്ട്. അത്യാവശ്യം വൃത്തി ഉണ്ട് കേട്ടോ വണ്ടി. ടോപ്പായാലും സീറ്റുകളായാലും സീറ്റൊക്കെ നമ്മൾ പുതിയ സീറ്റ് കവറാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഉള്ളത്. എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഞ്ചിൻ റൂമാണ്. അബ്രോണ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി തന്നെ. വലിയൊരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിന് ഇല്ല കേട്ടോ. അതുപോലെ നമ്മൾ പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുതിയൊരു ബാറ്ററി എക്സീഡിൻ്റെ പുതിയ വലിയ ബാറ്ററി തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ അബ്രോണും കാര്യങ്ങളൊക്കെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ ഇതിന് കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ റീപ്ലേസും കാര്യങ്ങളൊന്നും കാണാനില്ല. ഒറിജിനൽ പിന്നെ ഡിക്കി തന്നെയാണ് വരുന്നത്. ഒറിജിനൽ ഡിക്കി ഗ്ലാസ് ഒക്കെ തന്നെ കേട്ടോ. വലിയൊരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ബാക്ക് സൈഡും വരുന്നത്. അപ്പോൾ നമുക്കിതിന് കമ്പനി ഞാൻ പറഞ്ഞു കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇതിന്. അതുപോലെ പിന്നെ നമുക്കിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒരു 12 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ കഴിയും കേട്ടോ. അതുപോലെ നമ്മളെ കോൺടാക്ട് നമ്പർ താഴ്ത്തി കൊടുക്കുക, ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കും. അതുപോലെ നമ്മളെ ചാനലും വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട്